നിങ്ങൾ പങ്കു ചേർക്കുകയും ശിർക്ക് വെക്കുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. അവർക്കെന്നെ അറിയാം അങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ് മൂപ്പര് ചോദ്യം റബീഉൽ അവ്വൽ തൊട്ട് മുമ്പാണെങ്കിൽ വിദേഹത്ത് അല്ലലേതാ, റബീഉൽ അവ്വൽ തൊട്ട് മുമ്പ് സുന്നത്താണ് നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ പറയും. അപ്പൊ ഞങ്ങൾ ബാക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താ റബീഉൽ അവ്വൽ മാത്രം സുന്നത്തായി, അന്ന് മാത്രം എന്തൊരു ഫർളായി, അന്ന് മാത്രം എന്തൊരു ഈമാനും റഹ്മത്തൊക്കെ അപ്പം ഇങ്ങനെ ഓർമ്മ വരുന്നത്, അതിന് മുമ്പതൊന്നുമില്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഒരു കുതന്ത്രമൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആയത്തും ഹദീസുമൊക്കെ നബിദിനാഘോഷത്തിന് തെളിവാണെങ്കിൽ സ്വഹാബിമാരും താബീങ്ങളൊക്കെ ആണല്ലോ ഈ ആയത്തും ഹദീസും ആദ്യം കേട്ടവര്. എന്ന ആയത്ത് അള്ളാഹു റസൂലിനല്ലേ ഇറങ്ങിയത്, റസൂലിയാണല്ലോ അത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബാധ്യസ്ഥൻ. അത് മൂപ്പരിക്കാരിയാ ചെയ്തിട്ടില്ല, എന്നിട്ട് തൽക്കാലം പറഞ്ഞ് ഒപ്പിക്കുക. അള്ളാഹു റസൂൽ അത് ശരിയായ നിലക്ക് അത് പ്രാവർത്തികമാക്കി. എന്നിട്ട് എന്താ ഉള്ളത്? അള്ളാഹു റസൂൽ തന്റെ മഹത്വങ്ങൾ പറഞ്ഞു. അതാണോ തർക്കം? അതാണ് തർക്കം. റസൂലിനെ പേര് കാംക്ഷിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തി വരാനുള്ള മൗലിദാഘോഷം, അതാ നമ്മളെ വിഷയം തന്നെ. അതാ വിഷയം തന്നെ. അത് റസൂൽ അടുത്ത ഈ ആയത്ത് തെളിവാക്കിയിട്ട് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്ത് തെളിവാക്കിയിട്ട് അള്ളാഹു റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചോ, എന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിച്ചോളി. തർക്കം അവസാനിക്കും. തർക്കം തീരട്ടെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിന് പ്രവൃത്തിയും കൂടി വേണം. അതുണ്ടോ നിങ്ങൾ കാണിക്കും. അതേപോലെ സ്വഹാബിമാരാണല്ലോ ഈ ആയത്ത് പിന്നെ കേട്ടവർ. നബി പറഞ്ഞ ഹദീസ് മുഴുവനും സ്വഹാബിമാർക്കാണല്ലോ കിട്ടിയത്. അവരാരാണ് അത് ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്? ആരും ചെയ്തില്ലല്ലോ. താബഈങ്ങൾ ചെയ്തോ? ഇല്ല. ഇനി ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ അവരാരെങ്കിലും ചെയ്തോ? ഒരാളും. അതല്ലോ പറയേണ്ടത്. എന്നിട്ട് പരിഭാഷ നോക്കുകയാണ്, മുൻഗാമികളെ വാക്ക് നോക്കൂല, ഇമാമിങ്ങളെ കൗല നോക്കൂല. നിങ്ങൾ ഏത് ഇമാമിന്റെ കൗല എടുക്കുന്നത്? ഏത് ഇമാമിന്റെ കൗല? ഷാഫി മദ്ഹബ് എന്ന് പറയാന്നല്ലാതെ മാഫി മദ്ഹബാണ് നിങ്ങൾക്കുള്ളത്. ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഏത് കിതാബിലാണ് ആയത്തുഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ തെളിവുണ്ടാക്കിയത്? ഇമാം ഷാഫിക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് അദ്ദേഹം തഫ്സീർ എഴുതിയ ധാരാളം പരാമർശങ്ങൾ പല കിതാബിലായി വന്നിട്ടില്ലേ? അദ്ദേഹത്തിന് ഹദീസ് ഗ്രന്ഥമില്ലേ? അദ്ദേഹത്തിന് ഫിഖ് ഗ്രന്ഥമില്ലേ? ഏത് മേഖലയാണ് ഇമാം ഷാഫി കൈകാര്യം ചെയ്യാത്തത്? ആ മേഖലയിൽ എവിടെയാണ് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നോ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി എന്നൊക്കെയുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ റസൂലിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്ന് ഇമാം ഷാഫി പഠിപ്പിച്ചോ? നിങ്ങളത് വായിച്ചോളി. അതെങ്കിലും മതി. സ്വഹാബികളില്ല, താബഈകളില്ല, വേണ്ട. ഇമാം ഷാഫി ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് വായിച്ചോളി. നിങ്ങൾക്ക് കഴിയൂല. മദ്ഹബിലെ ഇമാമിങ്ങൾ 4 പേര് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അശ്അരി തരീഖത്തും മാതുരീദി തരീഖത്തും വിശ്വാസം നിങ്ങൾക്ക് അംഗീകരിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അംഗീകരിക്കുന്നില്ലെങ്കിലും ആ അശ്അരി ഇമാമിന്റെയോ മാതുരീദി ഇമാമിന്റെയോ കിതാബിൽ എവിടെയെങ്കിലും ഈ അഖീദ പഠിപ്പിച്ചപ്പോ, ഈ ഉസൂൽ പഠിപ്പിച്ചപ്പോ ഈ നിലക്കുള്ള വല്ല പരാമർശവും അവിടെ പഠിപ്പിച്ചെന്നോ? എന്നിട്ട് നിങ്ങളെ വക ഉസൂൽ ഉണ്ടാക്കുക, നിങ്ങളെ വക ഫുറൂ ഉണ്ടാക്കുക, നിങ്ങളെ വക അർത്ഥം വെക്കുക, എന്നിട്ട് കുറ്റം പുള്ള മുജാഹിദീങ്ങൾക്കും. യഥാർത്ഥത്തിൽ മുജാഹിദ് കൃത്യമായി പ്രമാണം അടിസ്ഥാനമാക്കി പഠിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് ഏത് കാലത്തും സ്വീകരിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്ത് അഭിപ്രായവ്യത്യാസം ഉണ്ടാകുന്നതും. നിങ്ങളുടെ അഭിപ്രായവ്യത്യാസം ഇല്ല. കാരണം എന്താണ്? ഒരുത്ത എന്തൊക്കെ വന്നാലും ഒക്കെ സ്വീകരിക്കും. മുടിയിൽ പറഞ്ഞ് കാസിമി പറഞ്ഞ് വെള്ളം മുക്കി വിറ്റപ്പോ അതിനും ആക്ഷേപിക്കാറില്ല, ചോദ്യം ചെയ്യാനാരില്ല. മറ്റേ ചങ്ങായി മുടി വന്നിട്ട് ഈ കച്ചവടം പൊളിഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ തമ്മിൽ പ്രശ്നമാക്കിയത്. കാസിമി വിറ്റ് പൈസ ഉണ്ടാക്കിയപ്പോഴോ നിങ്ങൾ ആരും ചോദ്യം ചെയ്തോ? എന്നാൽ ഞങ്ങളതല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര വലിയവനാണെങ്കിലും പ്രമാണ വിരുദ്ധമായി എന്ത് പറഞ്ഞാലും അവിടെ ചോദ്യം ചെയ്യാനും അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കുവാനും പഠിച്ചവരാണ് മുജാഹിദുകൾ. അത് മുജാഹിദിലേക്ക് കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകും. അത് പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഓന് ദീനും ബാധകമല്ല, ഓനാകെ ചർച്ചും പരിചയമല്ല, ഓന് മനുഷ്യന്മാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാട് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓനതൊക്കെ സ്വാഭാവികമായിട്ടും അല്ലാത്ത രൂപത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെ ഏതായിരുന്നാലും മൗലിദാഘോഷം പറഞ്ഞപ്പോൾ മുസ്ലിയാക്ക് തോന്നലുണ്ട് തീറ്റിക്കുതിയന്മാരെ ഏർപ്പാടാണെന്നുള്ളത്. അത് മൂപ്പരെ വായിന്ന് അറിയാൻ ഒന്നും ചെയ്തു. പിന്നെ മൂപ്പരാണ്ട് ഒപ്പിക്കാൻ ഞങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആരെ പരിഹസിച്ചിട്ട് നിങ്ങളെ വാക്കതാ വന്നത് ഇത് തീറ്റിക്കുതിയന്മാരെ ഏർപ്പാടാന്നുള്ളത്. അപ്പൊ മൂപ്പരക്കനെ അറിയാം അത് ഞങ്ങളെ പ്രയോഗമല്ല. അത് മാലിക് മദ്ഹബിന്റെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം അസ്ഖലാനി ഫതുഹുൽ ബാരിയിലടക്കം ധാരാളം സ്ഥലത്ത് ഉദ്ധരിച്ച അല്ലാമ ഫാക്കിഹാനി പറഞ്ഞ വാക്കത്. അത് അക്കാലൂന ബത്താലൂൻ എന്ന പ്രയോഗം. തീറ്റക്കുതിയന്മാരും ഭോഷന്മാരും വശഹവത്തു നഫ്സിൻ സ്വാർത്ഥ താല്പര്യക്കാരും എന്ന വാക്ക് അത് വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾ ഖാസിമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ആൺകുട്ടികളെ വർത്താനം അറിഞ്ഞില്ലേ? ആ വർത്താനം അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. നിങ്ങൾ റബീഉൽ അവ്വൽ മാത്രമല്ലോ ഇതിന്റെ പേരിൽ തീറ്റകളെ ഏർപ്പാടുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ കാലമത്രയും ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അല്ലാഹു റസൂലോ സ്വഹാബത്തോ താബിഈകളോ അവരിൽ നിന്ന് ദീന് പഠിച്ച ശേഷക്കാരായ ആളുകളോ ഒരാളും തന്നെ ഈ ഒരു ആഘോഷം അവര് പഠിപ്പിക്കുകയോ അത് ദീനാണെന്ന് പറയുകയോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് ഷിയാക്കളായ ഫാത്തിമിയാക്കൾ അഹ്ലുസുന്നയെ ധാരാളമായി ആക്ഷേപിച്ച, സുദീഖുൽ അക്ബറിനെ പരിഹസിച്ച, ഉമർ ഖത്താബിനെ ചീത്ത പറഞ്ഞ
ഷിയാക്കളിൽപ്പെട്ട ഉഗ്രവാദികളായ ഫാത്തിമിയാക്കൾ അവർ തുടങ്ങി വെച്ച ഒരു 10-12 ജന്മദിനാഘോഷങ്ങൾ, സ്വന്തം രാജാവിൻ്റെത്, അലിയുടേത്, ഫാത്തിമയുടേത്, ഹസൻ ഹുസൈനിൻ്റെത്, ഇങ്ങനെ തുടങ്ങി ധാരാളം ജന്മദിനാഘോഷങ്ങൾ അവർ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒന്ന് അവർ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നു. ഒരു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട് ഫാത്തിമിയാക്കള്. ഈ റബീഉൽ അവ്വൽ ആഘോഷ കൂട്ടത്തിൽ ഒരു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ട്. അവരാണ് ശവ്വാൽ 15 പ്രത്യേക ആഘോഷം കൊണ്ടുവന്നത്. അവരാണ് റജബിലെ 1ാമത്തെ വെള്ളിയാഴ്ച പ്രത്യേക ആഘോഷം കൊണ്ടുവന്നത്. അവരാണ് റസൂലുള്ളാഹിയുടെ ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് അലി ഫാത്തിമ ഹസൻ ഹുസൈന്റെ ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് അവിടുത്തെ രാജാവിന്റെ ജന്മദിനാഘോഷം തുടങ്ങി വെച്ചത്. അതാണ് പിന്നെ അത് സൂഫികൾ കൈമാറി സ്വീകരിച്ച് പിന്നീട് സമസ്തക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഖുറാഫികളായ കുബൂരികളായ ആളുകൾ ഏറ്റുവാങ്ങി സമൂഹത്തിലേക്ക് അതുമായി ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ അതിനു മുമ്പ് മുസ്ലിം ലോകത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ഒരു ഇമാമിന്റെ കിതാബിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും കാണുക സാധ്യമല്ല. എന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് മങ്കൂസും ഷറഫ് അനാമും അടക്കമുള്ള ആരുണ്ടാക്കിയെന്നറിയാത്ത അഡ്രസ് ഇല്ലാത്ത ഏതോ ചില വാറോല കിതാബുമായി വന്നിട്ട് അതിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒരുപാട് കെട്ടുകഥകളും നുണക്കഥകളും എല്ലാം കുത്തിറക്കുകയും ചെയ്ത പിന്നെ ഇസ്ലാമികമായി ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത രീതികളാണ് അതിലെല്ലാം കാണാൻ സാധിക്കുന്നത്. എന്തെല്ലാം ഏതെല്ലാം നമ്മൾ കൊണ്ടുവന്നു വരും. റസൂലിനെ വിളിച്ച് ദുആ ചെയ്യുന്നു, നബിയുടെ അടിമയാണെന്ന് പറയുന്നു. അബ്ദുൽ മിസ്കീൻ താങ്കളുടെ സാധുവായ മിസ്കീനായ അടിമയാണ് എന്ന് നബിയോട് പറയുന്നു. നബിയോട് പാപം കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബി എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് എവിടുന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നബി തങ്ങൾ അറിയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നു. പ്രവാചകത്തെ കള്ളക്കഥകൾ കുത്തി നിറച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് നബിയെ കൊണ്ടുപോയി അവരോധിച്ചിരിക്കുന്നു. മൗലിക സദസ്സുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് ഹാജരാകുമെന്ന് പറയുന്നു. മാലി പോലും പറഞ്ഞല്ലോ, ആ വണ്ണം നമ്മുടെ ഖോജ റസൂലുള്ള അവരുടെ റൂഹും അവിടെ വരുന്നു. അവർ റസൂലുള്ളാഹിന്റെ റൂഹ് വരെ അവിടെ വരും എന്ന് മുഹീദ്ദീൻ മാലി കാണാൻ കഴിയും. ഈ രൂപത്തിലുള്ള ഇസ്ലാമിൽ അന്യമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ മറവിൽ ഇതൊക്കെ സമൂഹത്തിൽ കൊടുക്കുന്നത്. ഒരു പേരോ മധുരല്ലേ, ഭക്ഷണം കൊടുക്കല്ലേ, സ്നേഹിക്കല്ലേ, ഇതൊന്നുമല്ല കൂട്ടരെ തർക്കമുള്ള വിഷയം. നബിനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ട, അതല്ല നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഈ വകത ഇസ്ലാമികമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കെട്ടുകഥകളും ഖുറാഫാത്തുകളും ശിർക്കും ബിദ്അത്തും കുത്തിനിറച്ച് സമൂഹത്തിന് അത് സ്നേഹത്തിന്റെ മറവിൽ കൊടുത്തിട്ട് സമൂഹത്തിൽ നിന്ന് പണം പിടുങ്ങിയിട്ട് അക്കാലൂന ബത്താലൂൻ മുസ്ലിയാര് പറഞ്ഞ ആ തീറ്റക്കുതിയന്മാരായി മാറി സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അത് അല്ലാമ ഫാക്കിഹാനി പറഞ്ഞു, ശേഷമുള്ള പലരും പറഞ്ഞു, ഇബ്നുൽ ഹജ്ജ് റഹിമഹുല്ലാഹ് പറഞ്ഞു, സുയൂത്തി പോലും ബിദ്അത്തുൻ ഹസനയാണ് എന്ന് പറഞ്ഞ സുയൂത്തി പോലും നിങ്ങൾ പറഞ്ഞ മൗലിദിനെ പറ്റി ആ അംഗീകാരം പോലും കൊടുത്തിട്ടില്ല. ആരാണ് ന്യായീകരിച്ചവർ? ഒരാളും ന്യായീകരിച്ചിട്ടില്ല. എന്നിട്ട് ഷിയാക്കളെ ഏർപ്പാടും കൊണ്ടുവന്നിട്ട് അത് മുസ്ലിമീങ്ങളെ ഉള്ളിലേക്ക് പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങളെ കൊണ്ട് അതിലേക്ക് കൊണ്ടുവരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അവസാനം ഇപ്പൊ മുസ്ലിയാരെ വാദെന്താ? അത് ഈ ബിദ്അത്തൊക്കെ ചെയ്യാന്ന് മാത്രമല്ല, ഈ ബിദ്അത്ത് ഇബാദത്തായി പരിചയപ്പെടുത്തി ആ ഇബാദത്തിൽ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിക്കും ചെയ്യാനാ. അത് അതിലും വലിയ അപകടമല്ലേ? റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിക്കുക. അപ്പൊ അള്ളാഹിന്റെ വചനത്തിന് വേണ്ടി മാത്രമല്ല. ഞാനിപ്പോ നിസ്കരിക്കാൻ നോക്കുമ്പോ ഏതായാലും നിങ്ങൾ നെയ്യത്ത് ചെറിയ മാറ്റം വരുത്തേണ്ടി വരും. മുസല്ലി ഫളല്ലു നിങ്ങൾ ചൊല്ലി പറയണ്ടല്ലോ, അവിടെ ലില്ലാഹി തആല അല്ലാഹു തആലാക്ക് വേണ്ടി, ഇനിയിപ്പോ അള്ളാഹ്ക്കും റസൂലിനും കൂടി വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നോമ്പിന്റെ നെയ്യത്തുങ്ങൾ പറയുമ്പോ എന്താ നവൈത്തു സൗമഗദിൻ എന്ന് പറഞ്ഞ് ചൊല്ലി കൊടുക്കുന്നുണ്ടല്ലോ, അതെന്താ ലില്ലാഹി തആല? അതെന്തേ അവിടെ ലില്ലാഹി വ റസൂലിഹി എന്ന് പറയാത്തത്? അപ്പൊ നബിദിനാഘോഷത്തിന് മാത്രമേ ഏർപ്പാടുള്ളത്? അള്ളാഹിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹിന്റെ റിളക്ക് വേണ്ടി, അവന്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാനായി ഇസ്ലാം ഇബാദത്തിനെ കുറിച്ച് പഠിപ്പിച്ചതിനെ. അതിന്റെ അസുലത ഏത് വിഭാഗത്തും സ്വീകരിക്കണോ അള്ളാഹിന്റെ വചനത്തിന് വേണ്ടി ആയിരിക്കണം എന്നാ. അല്ലെങ്കിൽ കഴിഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ട് റിയാവ് പോലും ചെറിയ ശിർക്കിന് പരിചയപ്പെടുത്തി ലോകമാന്യം പോലും മറ്റൊരാൾ കാണാൻ വേണ്ടി ചെയ്താൽ അതും കൂടി ചെറിയ ശിർക്കാണെന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ. അത് മുസ്ലിം മറക്കാൻ പാടില്ല. മുജാഹിദുകളെ തോൽപ്പിക്കാനും ഓരോ കുതിര കയറാനും വേണ്ടി എന്തും പറഞ്ഞ കൂട്ടത്തിൽ ദീനാ പോയുള്ളത്. നിങ്ങൾ അതേ പ്രതീക്ഷിച്ചുള്ളൂ. എം ടി രാജ്യമുണ്ടല്ലോ ലൈനില്, അയാൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മൊയ്തീൻ ശൈഖിനോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാ. പിന്നെ അയാൾ ഇതിനപ്പുറം പറയുന്നത് നമുക്ക് ഉറപ്പല്ലേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഇന്നിപ്പോ തൊട്ട് മുമ്പ് വിശ്വാസിച്ചപ്പോഴും പറഞ്ഞു പോന്നു അള്ളാഹിനോട്. ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മൊയ്തീൻ ശൈഖ് സൃഷ്ടാവെല്ലാം വിശ്വസിച്ചുകൊണ്ട് ശൈഖിനോട് പറഞ്ഞാൽ അതിന് ശിർക്കല്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ റസൂലുള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ശിർക്കല്ല പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി അങ്ങനെ പറഞ്ഞ് ഇത് വിശ്വസിച്ച മനുഷ്യന്മാര് അവസാനം ഏത് അങ്ങേ തലക്കിലാണ് ശിർക്കിന്റെ ഏത് ചളിക്കുഴിയിലാണ് ചെന്ന് വീഴുക എന്നുള്ളത് നമ്മളിപ്പോ കാണും ചെയ്ത സമൂഹത്തിൽ. അതുകൊണ്ട് ഈ വക ശൈലികൾ നല്ലതല്ല എന്നാണ് മുസ്ലിംകൾ പറയാനുള്ളത്. അതിനാൽ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇനി മൗലിദാഘോഷം എന്നല്ല ഏത് ഇബാദത്ത് ചെയ്താലും അതൊക്കെ ശിർക്ക് തന്നെ. മൗലിദാഘോഷമാകുമ്പോൾ റസൂലുള്ളാഹിനെ പൊരുത്തല്ല അള്ളാഹിനെ പൊരുത്തം തന്നെ ആഗ്രഹിച്ച് ചെയ്താലും ബിദ്അത്താണ്.
ഒരാൾ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചിട്ടില്ല, അള്ളാഹിന്റെ പൊരുത്തം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ പോലും നബിദിനാഘോഷം ബിദ്അത്താണ്, അത് ഹറാമാണ്. അതിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ പച്ചയായ ശിർക്കുണ്ട്, അതേപോലെ ശുദ്ധമായ കളവുകളുണ്ട്, കൃത്യമായ അന്ധവിശ്വാസങ്ങളുണ്ട്. ആ വക എല്ലാം കുത്തി നിറച്ച ജൂതന്മാർ പ്രചരിപ്പിച്ച ഷിയാക്കൾ കൊണ്ടുവന്ന അത് സൂഫികൾ ഏറ്റെടുത്ത, അത് പിന്നീട് സമസ്തക്കാർ അവരിൽ നിന്ന് വാങ്ങി തങ്ങളുടെ ശാപ്പാട്ടിന് വേണ്ടി, തങ്ങളുടെ തീറ്റ കൊതി നിലനിർത്താൻ വേണ്ടി അവർ അത് ദുരുപയോഗം ചെയ്തു എന്നല്ലാതെ മുസ്ലിം ലോകത്ത് ഇതൊരു യാതൊരു ബന്ധവുമില്ല. മുസ്ലിമുകൾക്ക് ഇത് പരിചയമില്ല, സ്വഹാബത്തിനും പരിചയമില്ല, താബികൾക്കും പരിചയമില്ല, മദ്ഹബിലെ ഇമാമിങ്ങൾക്കും പരിചയമില്ല. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ആധികാരികരായ പണ്ഡിതന്മാരോ ഇമാമിയങ്ങളോ ഉലമാക്കളോ ഫുഖഹാക്കളോ മുഹദ്ദിസുകളോ മുഫസ്സിറുകളോ അവർക്ക് ആർക്കും ഇത് പരിചയമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ആദ്യകാലങ്ങളിൽ രചിക്കപ്പെട്ടെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പരാമർശം ആദ്യകാലങ്ങളിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സഹോദരന്മാരായ മുസ്ലിയാക്കന്മാർ വാശി ഒഴിവാക്കി ഹക്ക് മനസ്സിലാക്കി ആ ശരിയായ രീതിയിലേക്ക് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തിനാണ് ഇസ്ലാമിനെ പേര് ഇല്ലാത്ത ആചരണം കൊണ്ടുവരുന്നത്? ദീൻ അല്ലാഹ് പൂർത്തിയാക്കിയതല്ലേ, ആ പൂർത്തിയാക്കിയ മതത്തിൽ നിൽക്കുക, അതിൽ കൂട്ടിച്ചേർക്കണ്ട. അതിൽ പെട്ടതും പെടാത്തതും, അതിൽ പെട്ടത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പെടാത്തൽ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. മാലൈസ മിൻഹു പറഞ്ഞാൽ ഇല്ലാത്തത്, അപ്പൊ ഉള്ളത് ഉണ്ടാക്കാറ്. ഉള്ളത് എന്തിനാ ഉണ്ടാക്കുന്നത്? ഉള്ളത് അവിടെ ഉള്ളതല്ലേ. അപ്പൊ ഇല്ലാത്ത ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അത് ഒഴിവാക്കിയിട്ട് ആ ഉള്ളതിലേക്ക് മടങ്ങുക, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, മുൻഗാമികൾ ഏതൊക്കെയാണ് വിശദീകരിച്ചത് അതിലേക്ക് മടങ്ങുക. ഒരു ചുരുങ്ങിയ പക്ഷം ഒരു പരിഭാഷയും വായിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയാവതരണം 2 വിഭാഗത്തിൽ നിന്നും അവസാനിച്ചിട്ടുണ്ട്. സുന്നി പക്ഷത്തു നിന്ന് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദും മുജാഹിദ് പക്ഷത്തു നിന്ന് ഫൈസൽ മുസ്ലിയാരും വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച സുന്നി പക്ഷത്തോട് മുജാഹിദ് വിഭാഗത്തിന്റെ ചോദ്യമാണ്. 3 മിനിറ്റാണ് ചോദ്യം, 4 മിനിറ്റ് ഉത്തരവും ആയിരിക്കും. അങ്ങനെ 10 ചോദ്യവും 10 ഉത്തരവും, പിന്നെ തിരിച്ചും 10 ചോദ്യവും 10 ഉത്തരവുമായിരിക്കും ഉണ്ടാവുക. സുന്നി പക്ഷത്തോട് ചോദ്യം ചോദിക്കുന്നതിന് മുജാഹിദ് പക്ഷം റൈസ് ഹാൻഡ് ചെയ്ത് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സുന്നി പക്ഷത്ത് ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സുന്നിപക്ഷം വാദമായി രേഖപ്പെടുത്തിയത് ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ് എന്നാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, ആ മൗലിദാഘോഷം പുണ്യകർമ്മമാണ്, അത് മുസ്തഹബാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഞാൻ എന്റെ വിശദത്തിൽ സൂചിപ്പിച്ചു, മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുന്നതും പ്രമാണങ്ങൾ പഠിപ്പിച്ചതും ഏത് ഇബാദത്തും അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടും അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമാണ് ഏത് ഇബാദത്തും ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം വചനങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമാണ് നിങ്ങൾ എഴുതിയ ഈ ഒരു വാദം. അതുകൊണ്ട് ആ ഒരു വാദത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല എന്നാണല്ലോ. മൗലിദാഘോഷമാകട്ടെ ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂലി കിട്ടുന്ന പുണ്യകർമ്മമായ ആ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലും ശിർക്കില്ല എന്ന് മാത്രമല്ല പുണ്യവുമാണ്, മുസ്തഹബുമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു രീതി അഥവാ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ജന്മദിനം ആഘോഷിക്കൽ ശിർക്കല്ല, അത് പുണ്യമാണ്, മുസ്തഹബാണ് എന്ന അതേ തത്വം മൗലിദാഘോഷത്തിന് മാത്രമാണോ ബാധകം? അതല്ല നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി ഒരുപാട് ഇബാദത്തുൽ ഇസ്ലാമിലുണ്ടല്ലോ. ഈ വകുപ്പിൽപ്പെട്ട ഒരു ഇബാദത്തായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നതും. അപ്പോൾ ഈ ഇബാദത്ത് റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്താലും ശിർക്ക് വരൂല, പുണ്യമാണ്, മുസ്തഹബാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് നിസ്കാരം, നോമ്പ്, സക്കാത്ത് അടക്കമുള്ള മറ്റു ഇബാദത്തുകൾക്കും ഇതേ മാനദണ്ഡം തന്നെയുണ്ടോ? അതും റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട്
അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിസ്കരിക്കുമ്പോൾ നോമ്പ് നോക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കാം, റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോക്കാം, റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്യുക എന്നിങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ഇസ്ലാമിൽ അതിന്റെ വകുപ്പ്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ട് വകുപ്പുണ്ടാവുമല്ലോ. ജന്മദിനാഘോഷത്തിന് മാത്രം റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിച്ച ശിർക്കല്ല, ബാക്കിയുള്ളതൊക്കെ ശിർക്കാണ് എന്നാണോ? എന്നത് പറഞ്ഞോളി. അതല്ല, അത് ആഗ്രഹിച്ചാലും ശിർക്കല്ല എന്നാണോ? എങ്ങനെ എന്താണ് ഒരു പ്രമാണം പറയാനുള്ളത്? ഇത് ഈ മറ്റു ആരാൾക്കും ബാധകമാണോ? ജന്മദിനാഘോഷത്തിന് മാത്രമാണോ? ഇനി അതല്ല എല്ലാ ഇബാദത്തും അങ്ങനെ അള്ളാഹിനെ പൊരുത്തും റസൂലുള്ളാഹിനെ പൊരുത്തും ആഗ്രഹിക്കാമെന്നാണെങ്കിൽ അതിനെന്താണ് പ്രമാണം? السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫൈസൽ മൗലവി എന്ന മുലിം ചൂടാമന്നിനെ തന്നെ ഇറക്കിക്കൊണ്ടാണ് ഇവര് തുറച്ചത്. നമുക്ക് സന്തോഷമുണ്ട്. ഫൈസൽ മൗലവി തന്റെ വാദത്തെ ഒരു തെളിവും പറഞ്ഞ് ഇവിടെ സമർത്ഥിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ സമർത്ഥനത്തിൽ വന്ന മഹാ അപരാധമായിട്ട് തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു അവരുടെ വാദം? നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണ്. എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോ? നബിയുടെ പൊരുത്തം കുറെ ഞങ്ങളെ കളിയാക്കി, ജലീൽദാരിനെ കുറെ പരിഹസിച്ചു. ഞങ്ങൾ വളരെ മാന്യമായി സംസാരിച്ചു, നിങ്ങൾ വളരെ പരിഹാസത്തോടു കൂടി സംസാരിച്ചു. അത് നിങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ആളുകൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവിടെ ഫൈസൽ മൗലവി എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോ? ശിർക്കാണ് തെളിവ് പറഞ്ഞോ? പറഞ്ഞില്ല. ഹറാമാണ് തെളിവ് പറഞ്ഞോ? പറഞ്ഞില്ല. ബിദ്അത്താണ്, അത് ശർഈ ബിദ്അത്താണ് എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ വ്യാജമായ കുറെ പരിഹാസങ്ങളും അത് അക്കാലൂന ബത്താലൂന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അതും ഇതും പറഞ്ഞു എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ ഈ വിഷയാവതരണത്തിലും ചോദ്യത്തിലും ഒക്കെ വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മുജാഹിദുകളുടെ വാദത്തെ കുറിച്ച് ജലീൽ ദാരിമി ഒന്നും പറഞ്ഞില്ല എന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. എന്താ ഫൈസൽ മൗലവി മുജാഹിദിന്റെ വാദം എന്താ ഈ വിഷയത്തില്? നിങ്ങൾ ഈ മോഡേൺ മുജാഹിദുകൾ മാത്രമാണോ മുജാഹിദ്? മുജാഹിദ് ഒറിജിനൽ മുജാഹിദിന്റെ ഫൈസൽ മൗലവി ഒറിജിനൽ മുജാഹിദ് 1950-കൾക്ക് മുമ്പുള്ള മുജാഹിദ്, കെ എം മൗലവി, ഇ കെ മൗലവി, MCC മൗലവി, അവര് നബിദിനാഘോഷം, ആ മൗലിദിന്റെ സദസ്സ് പുണ്യ സദസ്സാണ് എന്ന് പ്രഖ്യാപിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തവരാണ്. നബിദിനാഘോഷം കൊണ്ടാടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയവരാണ്, കൊണ്ടാടിയവരാണ്. മുസ്ലിം ഐക്യ സംഘം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സംഘടന ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ മുജാഹിദുകൾക്ക്? അവരൊന്നും മുജാഹിദല്ലേ? അവർ ജൂതന്മാരാണോ? നിങ്ങൾ പറഞ്ഞു ഇത് ജൂതായുസമാണ്, ഷിയായുസമാണ്. കെ എം മൗലവി ജൂതനാണോ? കെ എം മൗലവി ഷിയയാണോ? നിങ്ങളുടെ നേതാക്കന്മാരും തലതൊട്ടപ്പന്മാരും നബിദിനാഘോഷത്തിന്റെ അപ്പോസ്തലന്മാരായിരുന്നു. അവരെയാണ് നിങ്ങൾ ജൂതന്മാരാക്കിയത്, ഞങ്ങളെയല്ല. അവരെയാണ് നിങ്ങൾ ഷിയാക്കളാക്കിയത്, ഞങ്ങളെയല്ല. അവരെയാണ് ഖുറാഫികളാക്കിയത്. നിങ്ങൾ ഷിയാക്കളുമായ ആ വിഭാഗത്തിന്റെ അനുയായികളാണോ? അല്ല. അവരിൽ നിന്ന് നിങ്ങൾ തെറിച്ചു പോയി പുതിയ സക്കരിയ വിഭാഗമായിട്ട് നിങ്ങൾ മാറി. സക്കരിയ മൗലവി തങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾക്ക് അതിൽ പറ്റില്ല. എല്ലാ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് ആഘോഷിക്കുന്നത് ശിർക്കല്ല ആണ് എന്നുള്ളതിന് ഒരു തെളിവും എന്റെ സഹോദരൻ, എന്റെ ഫൈസൽ മൗലവി ഇവിടെ സമർത്ഥിച്ചിട്ടില്ല. അല്ലാത്ത വിഷയങ്ങൾ അവർ നിൽക്കട്ടെ. നബിദിനാഘോഷമാണ് നമ്മുടെ ചർച്ച. നബിദിനാഘോഷത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിക്കും ഇബാദത്തല്ലേ? ഒരു മാതാവിന്റെ സന്തോഷം പൊരുത്തം ആഗ്രഹിച്ച് ചെയ്താൽ ശിർക്കാവോ? ഇസ്ലാമിന്റെ ഉസൂലല്ലേ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയായി എന്റെ സമയം തീർന്നു എന്നാണ് തോന്നുന്നത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു.
ബുഖാരിയും മുസ്ലിമും പരിശോധിച്ചാൽ കാണാൻ